ഞാൻ ഈ പറഞ്ഞ ഇറാൻ പരമോന്നത നേതാവടക്കമുള്ള അതിന്റെ പിറകിലേക്ക് പോകുന്ന ഷിയാക്കളുടെ നേതാക്കന്മാരാണ് ഇസ്ലാമിക ലോകത്തിലേക്ക് ആദ്യമായി ബർത്ത്ഡേ ആഘോഷം കൊണ്ടുവരുന്നത്. അവിടേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല, എന്റെ വിഷയം അതല്ല. ആദ്യമായി ഖബറിനെ കെട്ടി ആരാധന കേന്ദ്രമാക്കി മാറ്റുന്ന ഏർപ്പാട് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ട വിവരം അറിയുമ്പോൾ ഷഹീദ് എന്ന പേര് വെച്ച് ഞാനും നിങ്ങളും ഷെയർ ചെയ്യരുത്. ലോകത്ത് വ്യത്യസ്തമായ യുദ്ധക്കളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷിയാക്കളുടെ ചരിത്രം മറിച്ചു നോക്കിയാൽ അവർ പറയുന്ന ഒരു വാചകം മാത്രം, എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ആമുഖമായി നിങ്ങളോട് പറയാ. 17,000 ആയത്തുകളാണ് ഖുറാനിൽ ഉണ്ടായിരുന്നത്. അതാ ഷിയാക്കളുടെ വിശ്വാസം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ വെട്ടിത്തിരുത്തി ഡിലീറ്റ് ചെയ്ത് ഖുറാനിലെ 17,000 ആയത്തിൽ നിന്ന് 6,236 ആയത്ത് മാത്രം നിർത്തി ബാക്കിയെല്ലാം അവർ വെട്ടിമാറ്റിയതാണെന്ന് വിശ്വസിക്കുന്നു ഷിയാക്കൾ ഇന്നും, ഇന്നലെയും അന്നും. അപ്പൊ അവരുടെ വിശ്വാസം എന്താ? അവരുടെ വിശ്വാസം എന്താ? അബൂബക്കർ സിദ്ദീഖ് എന്ന് കേൾക്കുമ്പോ നമ്മൾ എന്താ പറയാ? നമ്മള് റളിയല്ലാഹു അൻഹു. അല്ലാഹു ആ മഹാനായ സഹാബിയെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, തൃപ്തിപ്പെടട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ മരണപ്പെട്ട ആയത്തുള്ള ഖമൈനി അടക്കമുള്ള അതിന്റെ മുൻ നേതാക്കന്മാരെല്ലാവരും, അദ്ദേഹത്തിന്റെ ഒക്കെ പ്രസംഗം യൂട്യൂബിൽ കിട്ടും. അബൂബക്കർ എന്ന് കേൾക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞതിന് പകരം അദ്ദേഹം പറയുക ലഅനത്തുല്ലാഹ്, അല്ലാഹ് ശപിക്കട്ടെ, വഹുവ കൽബ്, അവൻ പട്ടിയാണ് എന്ന് വരെ പ്രസംഗിക്കുന്നത് കാണാം. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ആര്? സ്വർഗത്തിന്റെ 8 വാതിലും മാടി വിളിക്കുമെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞതാണ്, എന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ അബൂബക്കറിനെ സ്വർഗത്തിന്റെ 8 വാതിലും വിളിക്കും. എന്നിട്ട് ആ മഹാനായ സ്വഹാബിയെയാണ് പേര് കേൾക്കുമ്പോൾ ലഅനത്ത് പറയുന്നത്, ശാപം പറയുന്നത്, മൃഗതുല്യനാണെന്ന് പറയുന്നത്.